വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരുടെ പെൻഷൻ കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്നു. കയറുമ്പോൾ ഒരു വാക്ക്, ഇറങ്ങുമ്പോൾ വേറൊരു വാക്ക്. 2500 രൂപ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ ഗവൺമെന്റ് 3 മാസം പിന്നിട്ടിട്ടും 6 മാസത്തെ കുടിശ്ശിക ഈ അംഗപരിചിതരായ കാഴ്ചയില്ലാത്ത ഞങ്ങൾക്ക് വരുത്തി തീർന്നിരിക്കുകയാണ്. മറ്റു അവശ്യ വിഭാഗത്തെക്കാൾ ഏറ്റവും ചുരുങ്ങിയത് ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും അതിന്റെ ആവശ്യം ഇല്ല. അതിൽ വേറെ സെക്ഷനിൽ പറയുന്നുണ്ട്. ചാപ്റ്റർ 15 സെക്ഷൻ 88 പറയുന്നു, ഇത്തരം ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രത്യേകം ഡിസബിലിറ്റി പെൻഷൻ ഫണ്ട് രൂപീകരിക്കണമെന്ന്. അപ്പൊ ചുരുക്കത്തിൽ സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ ചുരുങ്ങിയ വിഭാഗം വരുന്ന ന്യൂനപക്ഷമായിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ പെൻഷൻ പ്രത്യേക പെൻഷനാക്കി മാറ്റിയാൽ ഒരു കാരണവശാലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഏറ്റവും അവശരായ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി പെൻഷൻ RPD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അവകാശം നടപ്പിലാക്കണമെന്ന് പറയാണ്. ഇല്ല, ഞങ്ങൾക്ക് മക്കളില്ല, ഞങ്ങൾ രണ്ടുപേരും ജോലിക്കൊന്നും പോണില്ല. അതുകൊണ്ട് തന്നെ ഭിന്നശേഷി ദിനത്തിന്റെ ആ സമയത്ത് ധർണ നടത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചു കുറച്ചെങ്കിലും ഭിന്നശേഷിക്കാർക്കെങ്കിലും വർദ്ധിപ്പിക്കുമെന്ന്. പക്ഷേ വർദ്ധിപ്പിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് നിവൃത്തിയില്ലാതെ ഇവിടെയുള്ള പാവപ്പെട്ടവർ ഒരു നേരത്തെ അന്നത്തിന് വരും വകവില്ലാതെ കയ്യിലുള്ള കാശയും എണ്ണിപ്പെറുക്കി ഈ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാർ ഈ ബഡ്ജറ്റ് ചർച്ച വേളയിലെങ്കിലും ഭിന്നശേഷി പെൻഷൻ, ഒരിക്കൽ കൂടി ആണയിട്ട് പറയുന്നു, ഭിന്നശേഷി പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, അതായത് RPD ആക്ട് അറിയുമോ? നമ്മുടെ പരമോന്നത പ്രതിനിധി സഭയായ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ RPD ആക്ടിൽ പറയുന്നു, മറ്റു അവശ്യ വിഭാഗക്കാൾ ഏറ്റവും കുറഞ്ഞത് 25% വർദ്ധിപ്പിക്കണം. അതിനെ ഡിസബിലിറ്റി ഫണ്ട് രൂപീകരിക്കണം. അതുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയില്ലാതെ തന്നെ നമ്മുടെ ഈ തുച്ഛമായ പെൻഷൻ വർദ്ധിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഈ സമരത്തിലേക്ക് എല്ലാ സ്നേഹമുള്ള പ്രിയമുള്ള സഹോദരങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട്, എവിടെയാണോ പരാതികൾ പൂർണ്ണമായി കേൾക്കുന്നതും പരിഹരിക്കുന്നതും അവിടെയാണ് ജനാധിപത്യം പൂർണ്ണമായി നടപ്പിലാക്കുന്നത് എന്ന് പ്രശസ്ത ആംഗലേയ കവിയായിട്ടുള്ള ജോൺ മിൽട്ടൺ അദ്ദേഹത്തിന്റെ ആര്യോപചറ്റിക്ക എന്ന പ്രശസ്തമായ പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നമായ കേരളത്തിലെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ജനവിഭാഗം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള, അതിജീവനത്തിന് വേണ്ടിയുള്ള, അവർക്ക് വേണ്ട ഭിന്നശേഷി ക്ഷേമ പെൻഷൻ നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇവിടെ ഇന്ന് ഈ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തീർച്ചയായും ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായി ജനക്ഷേമം കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് ഒരു അപമാനമാണ് ഇത്തരമൊരു സമരം ഇവിടെ സംഘടിപ്പിക്കാൻ ഞങ്ങളെ നിർബന്ധിതരാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, 2016 RPD ആക്ട് പരമോന്നത പാർലമെന്റ് ഭിന്നശേഷിക്കാരുടെ സർവതോന്മുഖമായ ക്ഷേമം ലക്ഷ്യമാക്കിക്കൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ആക്ടാണ്. ഈ ആക്ടിൽ 5-ാം അധ്യായത്തിൽ 24-ാമത്തെ അനുച്ഛേദത്തിൽ ആക്ട് കൃത്യമായി പറയുന്നു, എല്ലാ സാമൂഹ്യ ക്ഷേമ പദ്ധതികളിലും ഇതര അവശ്യ ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് ഭിന്നശേഷിക്കാർക്ക് 25% വർധനവ് നൽകണമെന്ന്. പെൻഷൻ കിട്ടിയിട്ട് 6 മാസമാവല്ലേ? ജീവിത രീതി മുന്നോട്ട് പോകണം. ജീവിത രീതി വലിയ കഷ്ടമാണ് സാർ, വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്.
മുന്നോട്ട് പോകാൻ. ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ. ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരുടെ പെൻഷൻ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. 6 മാസം 2 പെൻഷൻ കിട്ടുന്നു. 6 മാസമായിട്ട് പെൻഷനൊന്നും കിട്ടുന്നില്ല. ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് മരുന്നോ മറ്റോ ആഹാര സാധനം മേടിക്കാനോ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ ഈ കടം മേടിച്ച് പെൻഷൻ കിട്ടാൻ വേണ്ടി മാർച്ച് നടത്തുന്നു. അതെ മാർച്ച് നടത്തിയ പെൻഷൻ കിട്ടുന്നുണ്ട് സർക്കാരിന്റെ സൈഡിൽ. സർക്കാരിനെ ഇപ്പോൾ നമ്മൾ ബോധിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് അനുവദിച്ചു തരണം. സർക്കാർ കോടിയിൽ മുടച്ചൊരു യാത്ര നടത്തിയിരുന്നു, നവകേരള യാത്ര. അതിൽ പരാതി കൊടുത്തായിരുന്നു. പരാതി കൊടുത്തിരുന്നു. ഞങ്ങൾ പരാതി കൊടുത്ത് ജോലി സംബന്ധമായിട്ടാണ് പരാതി കൊടുത്തത്. നമുക്ക് 4% സംവരണം കൊണ്ട് ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അതും ജോലിയൊന്നും എവിടെയും കിട്ടുന്നില്ല. പഞ്ചായത്തിൽ പരാതി കൊടുത്തിരുന്നു. പഞ്ചായത്തിൽ കൊടുത്ത് മുനിസിപ്പാലിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 മാസം കിട്ടുന്നില്ല. ഇല്ല, ഒരു ജോലിയും കിട്ടുന്നില്ല. ജീവിക്കാൻ മുന്നോട്ട് പോയി കടങ്ങൾ വാങ്ങിച്ചിട്ട് നടത്തുന്നത്. യാതൊരു കടങ്ങളാണ് അവിടെ ഇവിടെ ഞങ്ങൾ കടങ്ങൾ മേടിച്ചാണ് ജീവിക്കുന്നത്. പെൻഷൻ കിട്ടുന്നുണ്ടോ? എന്തോ ഒരു പ്രതീക്ഷ കിട്ടുമെന്ന് തോന്നുന്നു. കിട്ടിയ ഭാഗ്യം. 6 മാസമായിട്ട് ഇപ്പൊ 6 മാസം കിടന്നു. നമുക്ക് യാതൊരുവിധ മാർഗവും ഇല്ല. മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പെൻഷൻ കിട്ടിയിട്ട് 6 മാസമാവില്ലേ? 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട് മരുന്ന് വാങ്ങാൻ കാശില്ല, പച്ചക്കറിക്കും കാശില്ല, ചെരുപ്പ് വാങ്ങാൻ കാശില്ല, തോപ്പ് വാങ്ങാൻ കാശില്ല, പച്ചക്കറിക്കും കാശില്ല. പറയൂ സർക്കാരെ, 6 മാസം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ കാര്യം നോക്കില്ല. എന്തേ കേരള മുഖ്യമന്ത്രി നവകേരള യാത്ര നടത്തി. അപ്പോൾ പരാതി കൊടുത്തിരുന്നു. നമ്മുടെ കേരള മുഖ്യൻ ഞങ്ങളെ പുറന്തള്ളിയിരിക്കുകയാണ്. അതിന്റെ കാരണം കയറുമ്പോൾ ഒരു വാക്ക്, ഇറങ്ങുമ്പോൾ വേറൊരു വാക്ക്. 2500 രൂപ വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ ഗവൺമെന്റ് 3 മാസം പിന്നിട്ടിട്ടും 6 മാസത്തെ കുടിശ്ശിക ഈ അംഗപരിചിതരായ കാഴ്ചയില്ലാത്ത ഞങ്ങൾക്ക് വരുത്തി തീർത്തിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വളരെ ദുഃഖഭാരത്തോടുകൂടി അദ്ദേഹത്തിന്റെ കാൽപാദത്തിന്റെ അടിയിൽ ഞങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളെ ദയവായി കണ്ണു തുറന്ന് അദ്ദേഹം ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുകയാണ്. 6 മാസമായിട്ട് ഇപ്പൊ നിലവിൽ കിട്ടുന്ന 1600 രൂപ, ഒരു മാസം 55 രൂപ മാത്രമാണ് വരുന്നത്. ഈ 1600 രൂപ പോലും 6 മാസമായിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ പല വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെയും നിവേദനം കൊടുത്തു. ഈ 2023 ഫെബ്രുവരി 14 തീയതി കൊടുത്തു. അതിനുശേഷം നമ്മുടെ കേരളീയം സെമിനാർ, അതിൽ ഭിന്നശേഷിക്കാർ ഒരു സെഷൻ ഉണ്ടായിരുന്നു, അതിലും സമർപ്പിച്ചു. നവകേരള സദസ്സിൽ ഞങ്ങളുടെ ജില്ലാ, താലൂക്ക്, സംസ്ഥാന യൂണിറ്റുകൾ, അത് ഫോറം യൂണിറ്റുകൾ അതാത് സ്ഥലങ്ങളിൽ ഒരേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഭിന്നശേഷി പെൻഷൻ വർദ്ധിപ്പിക്കണമേ, നിലവിലുള്ളത് 6 മാസമായിട്ടും തരാത്തത് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വർദ്ധിപ്പിച്ചു. ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു വാർദ്ധക്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ജോലിക്ക് പോവാം, കുടുംബശ്രീ പണിക്ക് പോവാം. പക്ഷേ തീവ്ര ഭിന്നശേഷിക്കാരനായിട്ട് ഒരു വ്യക്തിക്ക് ഒരു ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആക്ട് അനുസരിച്ച്, അതായത് ചാർട്ടർ 5 സെക്ഷൻ 25 സബ് സെക്ഷൻ 1 പ്രകാരം പറയുന്നത്, മറ്റു അവശ്യ വിഭാഗത്തെക്കാൾ ഏറ്റവും ചുരുങ്ങിയത് ആനുകൂല്യങ്ങൾ ഭിന്നശേഷിക്കാർക്ക് നൽകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയും അതിന്റെ ആവശ്യം ഇല്ല. അതിൽ വേറെ സെക്ഷനിൽ പറയുന്നുണ്ട്. ചാർട്ടർ 15 സെക്ഷൻ 88 പറയുന്നു, ഇത്തരം ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി പ്രത്യേകം ഡിസബിലിറ്റി പെൻഷൻ ഫണ്ട് രൂപീകരിക്കണമെന്ന്. അപ്പൊ ചുരുക്കത്തിൽ സാമ്പത്തിക ബാധ്യതയില്ലാതെ തന്നെ ചുരുങ്ങിയ വിഭാഗം വരുന്ന ന്യൂനപക്ഷമായിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ പെൻഷൻ പ്രത്യേക പെൻഷനാക്കി മാറ്റിയാൽ ഒരു കാരണവശാലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഏറ്റവും അവശരായ ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷി പെൻഷൻ RPD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അവകാശം നടപ്പിലാക്കണമെന്ന് പറയാണ്. അതായത് പിന്നെ ചക്കിട്ടപ്പാറയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഇത് ആവർത്തിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ആശ്വാസ കിരണം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. തീവ്ര ഭിന്നശേഷിക്കാരായിട്ടുള്ള വ്യക്തികളുടെ സംരക്ഷകർക്ക്, ഒരു ജോലിയും ചെയ്യാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരുടെ സംരക്ഷകർക്ക് പുറത്തേക്ക് ജോലി പോകാൻ കഴിയില്ല, പരിചരിക്കാനാണ് കഴിയുന്നത്. അവർക്ക് 600 രൂപ നൽകുന്നുണ്ട്. ആ 600 രൂപ പോലും വർഷങ്ങളായി നൽകിയിട്ട് അത് ആ കുടിശ്ശിക കൊടുത്തു തീർക്കണമെന്ന പരിമിതമായ ആവശ്യമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. പെൻഷൻ കിട്ടിയിട്ട് 6 മാസമായി. അവസാനം കിട്ടിയ ഡിസംബറില്. ഡിസംബറിൽ എന്താ, ഒരു മിനിറ്റ്,
1600 ഒരു മാസത്തിന് കൊടുത്തത്. ഒരു മാസം അതെ. ഒരുമിച്ചാണ് പെൻഷൻ കിട്ടിയിട്ടുള്ളത്? അല്ലല്ല, ഓരോ മാസം ഓരോ മാസമായിട്ടാണോ? 2 മാസമായിട്ട് 2 ഇതായിട്ട്. രണ്ടിതായിട്ട് കിട്ടിയത്. ഇപ്പൊ 6 മാസമായിട്ട് പെൻഷൻ കിട്ടിയില്ല. ഇല്ല, ജീവിതം മുന്നോട്ട് പോകാൻ ഒരു മാർഗവും ഇല്ല. നമ്മള് അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങിയാണ്ട് ജീവിതം മുന്നോട്ട് പോണത്. സർക്കാർ ഇപ്പൊ നല്ല ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെൻഷന് പരാതി കൊടുത്തായിരുന്നു നമ്മള്. പരാതി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കോഴിക്കോട് പിന്നെ കളക്ടറേറ്റില് സമരം ചെയ്തിന്. പരാതി കൊടുത്തു. ഇപ്പൊ എന്താ പറഞ്ഞു പരാതി കൊടുത്തത്? അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഒരു വരുന്ന ഒരു പരിപാടി നമുക്ക് കിട്ടിയില്ല. പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ജീവിതം മൊത്തം മുറ്റിയില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് പോകുന്നത്? പെൻഷൻ കിട്ടാത്തതുകൊണ്ട് കടന്നിൽ വായിച്ചാണോ? കടം വാങ്ങിട്ടല്ലേ ഞാനൊക്കെ മീൻകാർക്ക് പിന്നെ ആയിരങ്ങളോളം കൊടുക്കാനാ. ഓരിങ്ങനെ കൊണ്ടുതരും, നമ്മളിങ്ങനെ തിന്നു. ഓരോട് പറഞ്ഞ പോലെ ആ സാറ് നമ്മൾ തന്നാ മതിയാണ്. വേറെ ജീവിതമാർഗ്ഗമില്ലാത്ത ഒരു പണിക്കും പോകാല്ലേ, വീട്ടിൽ അച്ഛക്ക് പെരയെ ഉത്തർക്ക. പെൺകുട്ടികളാ, അനിയനാ, 5 പെൺകുട്ടികള്, ഒരു വലിയ ഉത്തർക്ക. ഇപ്പൊ ഓഗസ്റ്റിന് കിട്ടിയതാ, ഇനി സെപ്റ്റംബർ തൊട്ട് കിട്ടാനുണ്ട്. പെൻഷൻ കിട്ടാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോവാനായാലും എന്തെങ്കിലും സാധനങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിക്കാനായാലും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ഈ റേഷന്റെ അരി മാത്രം വെച്ച് കഴിച്ചങ്ങനെ ഈ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാം. 6 മാസത്തെ പെൻഷൻ കിട്ടിയെങ്കിൽ ഒരു വലിയ ഉപകാരമായി. ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്? ഇല്ല, ഞങ്ങൾക്ക് മക്കളില്ല. ഞങ്ങൾ 2 പേരും ജോലിക്കൊന്നും പോണില്ല. പെൻഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതെ. ജീവിത രീതി പരാതി കൊടുത്തായിരുന്നു നവകേരള യാത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രിയുടെ? ഇനി പരാതി ഞങ്ങൾ കൊടുത്തില്ല, പക്ഷെ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആശ്വാസ കിരണി ഞങ്ങള് കിട്ടിക്കൊണ്ടിരുന്നത് തന്നെ ഇപ്പൊ അതും ഇല്ലാതെ ആയിട്ടിരിക്കണത്. 21 തൊട്ട് അതും കിട്ടുന്നില്ല. ഇതെല്ലാം കണ്ടില്ലേ നമ്മൾ വരുള്ളൂ. 12 ആവുക, 1 മണിയോ റൗണ്ടപ്പ് കണക്ക് കൂട്ടി 1:30.